കണ്ടോ ഇതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ മെയിൻ പരിപാടി. ഇപ്പം നടക്കാൻ തുടങ്ങിയപ്പോഴത്തേന് പിന്നെ 24 മണിക്കൂറും വെളിയിൽ വിട്ട അത്രയ്ക്ക് സന്തോഷമാണ് എൻ്റെ തക്കുവിന്. കണ്ടോ ഞങ്ങളുടെ നടുക്ക് കൈയും പിടിച്ച് നടന്നു വരുന്ന കണ്ടോ എൻ്റെ തക്കുവിന്. അതിൽ പരം വേറെ സന്തോഷം ഒന്നുമില്ല. ആര് പുറത്തോട്ട് ഇറങ്ങിയാലും അവരെക്കാട്ടിലും മുന്നേ എൻ്റെ തക്കു ചാടി ഇറങ്ങും. ഇതിപ്പോൾ ഞാനും ചാച്ചനും തക്കുവിനെ കാണാതെ നൈസായിട്ട് കടയിൽ പോകാൻ നോക്കിയത്. അന്നേരം ദേ നിൽക്കുന്നു ചെരുപ്പ് ഉടുപ്പൊക്കെ ഇട്ടിട്ട് ഫ്രണ്ടിൽ. കണ്ടോ എന്നെ കൂട്ടാതെ അപ്പനും മോളും കൂടെ ഫോട്ടോ എടുക്കുന്നത്. സാരമില്ല, അല്ലേലും ഒരു സമയമാകുമ്പോഴത്തേനും നമ്മൾ പുറത്താണല്ലോ. പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പന്മാർക്ക് പെമ്മക്കളോടും പെമ്മക്കൾക്ക് അപ്പന്മാരോടും ഒരു പ്രത്യേക സ്നേഹവും കരുതലൊക്കെ ആണല്ലോ. ഞാൻ 24 മണിക്കൂറും അത് കേൾക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ ഇതെനിക്ക് മനസ്സിലായി. അവരെങ്ങനെ ഒരുമിച്ച് ഫോട്ടോ എടുത്തിട്ട് എനിക്ക് സങ്കടമൊന്നുമില്ല കേട്ടോ. ദേ എന്നെ കാണിക്കുകയും കൂടി ചെയ്യുന്നു. അവരപ്പനും മോള് ഫോട്ടോ എടുത്തിട്ട് ഞാനെന്തോ വേണം? എൻ്റെ മുഖത്ത് സങ്കടമൊന്നും ഇല്ലല്ലോ അല്ലേ? ദേ ഇതാണ് അവരെടുത്ത ഫോട്ടോ. അപ്പൻ്റെ കൂടെ ഇരിക്കുമ്പോൾ തക്കുവിൻ്റെ സന്തോഷം നോക്കിക്ക്. എന്നാ സന്തോഷം. ഞാനൊരു ഫോട്ടോ എടുക്കാൻ പിടിച്ചാൽ കാണാം മുഖവും വീർപ്പിച്ച് അങ്ങോട്ടും നോക്കി ഇങ്ങോട്ടും നോക്കിയിരിക്കുന്നു. അപ്പൻ്റെ കൂടെ ഫോട്ടോ എടുത്തപ്പോഴത്തേനും നല്ല അടിപൊളിയായിട്ട് നോക്കിയിരിക്കുന്നു. ഇവിടെ അടുത്തൊരു കടയിലോട്ടാണ് ഞങ്ങൾ പോകുന്നത്. അതാ ഇങ്ങനെ സാധാ വേഷമൊക്കെ ഇട്ടിട്ട് പോകുന്നത്. വൈകുന്നേരം ആയതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നടക്കാമെന്ന് വിചാരിച്ചത്. ഈ മുഖം എന്താ ഇങ്ങനെ ഇരിക്കുന്ന അറിയോ? ഞാൻ എൻ്റെ അച്ചാച്ചൻ്റെ കയ്യിലൊന്ന് പിടിച്ചതിനാണ് ആ മുഖം അങ്ങനെ ഇരിക്കുന്നത്. തൊടാൻ പോയിട്ട് അടുത്തോടെ പോലും പോകാൻ പറ്റില്ല. അപ്പം തുടങ്ങി എൻ്റെ ഇത് ഇവളാണ് ഹോളി. നല്ല രസമാട്ടോ കാണാൻ. ഞങ്ങൾ ചെന്നപ്പോൾ കിടന്ന് ഉറക്കമായിരുന്നു. പിന്നെ അതിനെയും കുറച്ച് നേരം കളിപ്പിച്ചു. ഞാൻ പൂച്ച കളിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് ചാച്ചൻ പോയിട്ട് കടയിൽ പോയിട്ട് സാധനമൊക്കെ മേടിച്ചു കേട്ടോ. ഒരു കസിൻ ചേച്ചിയുടെ വീട്ടിലെ പൂച്ചയാണേ. ഇനി കടയിൽ എങ്കിൽ തക്കുവിന് ഇതേ മഞ്ച് കൊടുത്തു. തക്കുവിൻ്റെ മഞ്ചെന്ന് പറഞ്ഞാൽ എൻ്റെ മഞ്ചാണല്ലോ. അപ്പോൾ എത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.